വിസകൾ തൊഴിൽ വിസയായി മാറ്റുന്നത് തടയാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന കരട് നിയമം നിരസിച്ച് ശൂറ കൗൺസിൽ നിലവിലുള്ള നിയമങ്ങൾ ഇതിന് പരിഹാരമാണെന്ന് കാട്ടിയാണ് പാർലമെന്റ് അംഗീകരിച്ച നിർദ്ദേശം ശൂറ കൗൺസിൽ തള്ളിയത്. ഞായറാഴ്ച കൂടുന്ന കൗൺസിൽ നിർദ്ദേശം ചർച്ചയ്ക്കും പിന്നീട് വോട്ടിനും വിടും. ബഹ്റൈനിൽ തൊഴിലന്വേഷകർക്ക് പകരം വിസിറ്റ് വിസയിൽ രാജ്യത്തെത്തുന്ന പ്രവാസികളെ നിയമിക്കുന്നുവെന്ന ഭേദഗതി എംപിമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ വിസിറ്റ് വിസകൾ തൊഴിൽ വിസയായി മാറ്റുന്നതിന് നിയന്ത്രണമുണ്ട്. സ്പോൺസറുടെ പേരിൽ എടുത്ത വിസിറ്റ് വിസ അതേ സ്പോൺസറുടെ പേരിൽ തൊഴിൽ വിസയാക്കാനേ ഇപ്പോൾ നിയമം അനുവദിക്കുന്നുള്ളൂ. 1 വർഷം മുമ്പാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമം അനുസരിച്ച് ഒരു സ്പോൺസർ ഇല്ലാതെ സന്ദർശന വിസ തൊഴിൽ വിസയോ ആശ്രിത വിസയോ ആക്കി മാറ്റാൻ കഴിയില്ല. സ്പോൺസറുടെ പേരിൽ എടുത്ത വിസിറ്റ് വിസ അതേ സ്പോൺസറുടെ പേരിൽ തൊഴിൽ വിസയാക്കാൻ 250 ദിനാർ ഫീസ് അടക്കണം. മുമ്പ് സന്ദർശന വിസ തൊഴിൽ വിസയാക്കുന്നതിന് 60 ദിനാറായിരുന്നു ഫീസ്. ഈ നിയന്ത്രണം നിലയിൽ വന്നതിന് ശേഷം വിസിറ്റ് വിസ തൊഴിൽ വിസയാക്കി മാറ്റുന്നതിൽ 80% കുറവ് വന്നിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വിസിറ്റ് വിസയിൽ വന്നവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനും വർക്ക് പെർമിറ്റിന് വീണ്ടും അപേക്ഷിക്കുന്നതിനുമുള്ള അധിക ചെലവുകൾ പൗരന്മാർ വഹിക്കേണ്ടി വരും. ഇത് അനാവശ്യ സാമ്പത്തിക ബാധ്യതകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ടൂറിസം മന്ത്രാലയത്തിനും സമ്പൂർണ്ണ നിരോധനത്തിനോട് യോജിപ്പില്ല.